ഇനി Q2 ക്വാഡ്രന്റിൽ വരുന്നത്, രണ്ടാമത്തെ ക്വാഡ്രന്റിൽ വരുന്നത് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും നമ്മളോട് പറയില്ല, ഇത് അർജന്റ് ആട്ടോ, ഇത് അർജന്റ് ആട്ടോ എന്ന് പറയില്ല. നമ്മൾ മനസ്സിലാക്കണം അത് അർജന്റ് ആണ് എന്നുള്ളത്. എക്സാമ്പിൾ, നമ്മൾക്കൊരു സൈഡായിട്ടൊരു ഹോബി ഉണ്ട്, നമ്മൾ പാഷനായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കാം. അയാൾ വേറെ എന്തോ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാൾക്കത് അർജന്റാണ്, ചിത്രം വരയ്ക്കണം, നാളെ നീ ചിത്രം വരച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ക്വസ്റ്റ്യൻ ചെയ്യൊന്നുമില്ല. പക്ഷെ അയാളുടെ പാഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അയാൾ അതിന് എല്ലാ ദിവസവും ഒരു 90 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. റിലേഷൻഷിപ്പുകളെല്ലാം Q2 ക്വാർട്ടറിൽ വരുന്നതാണ്. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഭാര്യയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ വന്ന് നമ്മളെ ഡെയിലി വിളിച്ചിട്ട് നീ എന്താ എന്നോട് സംസാരിക്കാത്ത, എന്നോട് ടൈം സ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും റിമൈൻഡ് ചെയ്യൊന്നുമില്ല. നമ്മളത് കൺസിഡർ ചെയ്യാതെ, അർജന്റ് അല്ല എന്ന് വിചാരിച്ച് കൺസിഡർ ചെയ്യാതെ തള്ളി വെച്ച് കഴിഞ്ഞാൽ ഡൈവോഴ്സിന്റെ സമയത്ത് അത് Q1 ആവും, അർജന്റും ഇമ്പോർട്ടന്റ് ആവും. ഈ Q2 എങ്ങനെ Q1 ആവുന്നത് ഞാൻ പറഞ്ഞു തരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അർജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അപ്പൊ അത് പതുക്കെ Q1 ആയിട്ട് മാറും, അർജന്റ് ഇമ്പോർട്ടന്റും ആവും.